മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. ഇത് നമ്മളുടെ ഈ 27ാമത്തെ ബാച്ചിന്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ, അതായത് നമ്മൾ ചേർന്ന സമയത്ത് നമ്മൾ പരസ്യം ചെയ്തിരുന്ന അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം അത് കൂടുതലായിട്ടെങ്കിലും കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കറിയില്ല. പക്ഷേ ഈ ബേസിക് നല്ലതായിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ അടുത്ത സെക്ഷനായ ഈ പ്രശ്ന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അവിടെ ഇരിക്കും, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ ബേസിക് ഭംഗിയായി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത് ഹയർ സ്റ്റഡി വരുന്നത്. അത് പ്രശ്നമാണ്. പ്രശ്നം മുഹൂർത്തമെന്നും പിന്നെ ജാതക വിശകലനം, ജാതക വിശകലനവും പിന്നെ പൊരുത്തവും എന്ന് പറയുന്ന അടുത്ത 2 ക്ലാസ്സുകളാണ് ഇതിന്റെ ഹയർ സ്റ്റഡി ആയിട്ടുള്ളത്. അതിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഇത് അടിസ്ഥാനം എന്ന് പറയുന്നത് ഭംഗിയായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം ഗണിതമൊക്കെ വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ചന്ദ്രലഗ്നം കണ്ടുപിടിച്ചിട്ടേ അതിനകത്ത് മറ്റേ ശിഷ്ടദശ കണ്ടുപിടിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഒന്നുകൂടി അതെങ്ങനെയാണ്? ചില കേസില് രാത്രി 12 മണിക്ക് ശേഷമാണ് ജനിക്കുന്നതെങ്കിൽ അതെങ്ങനെ നമ്മള് ലഗ്നം കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കും, സമയം എങ്ങനെ കണ്ടുപിടിക്കും? ഉദാഹരണത്തിന് കർക്കിടക മാസം 31-ാം തീയതി രാത്രി 12:05 ഒരു കുട്ടി ജനിക്കുന്നു എന്ന് വിചാരിക്കുക. ആ കുട്ടി കർക്കിടകം 31 അതോ ചിങ്ങം 1? അതില് സോഫ്റ്റ്വെയറിൽ നോക്കുമ്പം അത് പ്രത്യേകം ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ശരി. ഗണിത ദിവസം സാറ് പറഞ്ഞു, ഗണിത ഇപ്പൊ ഞായറാഴ്ചയാണെങ്കിൽ ഗണിത ദിവസം ശനിയും. കാര്യം എപ്പോഴും അതായത് മലയാള തീയതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ ഉദയം മുതൽ അടുത്ത ദിവസത്തിന്റെ ഉദയം വരെയാണ് ഒരു ദിവസം. ഇപ്പൊ വൃശ്ചികം 1 അല്ലെങ്കിൽ വൃശ്ചികം 2 എന്ന് പറഞ്ഞാൽ ഇപ്പം വൃശ്ചികം എത്രയാണ്? വൃശ്ചികം 15. വൃശ്ചികം 15 എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഉദയം മുതൽ നാളെ രാവിലെ ഉദയത്തിന് തൊട്ട് മുമ്പുള്ള സമയം വരെ. അപ്പൊ 6:30 6:29 വരെയാണ് മലയാള തീയതി പ്രകാരം ഒരു ദിവസം. എന്നാൽ ഇംഗ്ലീഷ് തീയതി എന്ന് പറയുമ്പോൾ രാത്രി 12 മണിയാവുമ്പോൾ ഇന്ന് 1 എന്ന് പറയണത് നാളെ ഇന്ന് രാത്രി 12 മണിയാവുമ്പോൾ അത് 2 എന്ന് കാണിക്കും. അപ്പൊ ഗണിത ദിവസം ശനിയാഴ്ചയും എന്ന് പ്രത്യേകം, ദിവസം ഞായറും അല്ല ശരി ദിവസം തിങ്കളും ഗണിത ദിവസം ശനി ഒന്ന് അല്ലെങ്കിൽ ഞായർ ഒന്ന് കാണിക്കും. നല്ല സോഫ്റ്റ്വെയറിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, മലയാള ദിവസം എന്ന മാസം അല്ലെങ്കിൽ ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെയാണ്. രാത്രി 12 മണിയാകുമ്പോൾ ഇംഗ്ലീഷ് തീയതി മാറും. രാത്രി 12 മണിക്ക് ശേഷമാണ് ഒരു ജനനം പറയുന്നത്. നിങ്ങൾ വ്യക്തമായിട്ടും അത് ആ രക്ഷിതാക്കളുടെ ചോദിച്ച് മനസ്സിലാക്കണം.
1-ാം തീയതി ഡിസംബർ മാസം 1-ാം തീയതി രാത്രി 12 മണിക്ക് ശേഷമാണോ? അവർ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ എത്രയായിരിക്കും? 1-ാം തീയതി എന്നായിരിക്കും. 1-ാം തീയതി രാത്രി 12 മണിക്ക്. ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല. അപ്പൊ ഗണിത ദിവസം 1-ാം തീയതിയും അല്ല, ആഴ്ച എന്ന് പറയുന്നത് ഏതായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. ഇന്നത്തെ കണക്ക് പ്രകാരമാണ്. ക്ലിയർ ആയോ സാറിന്? പിന്നെ എന്നുള്ളത് നമ്മൾ സാധാരണ അസ്തമനം വരെയാണെങ്കിൽ നമ്മൾ ജനന സമയത്തിൽ നിന്നും ഉദയമാണല്ലോ കുറയ്ക്കുന്നത്. അസ്തമനത്തിന് ശേഷമാണെങ്കിൽ ജനന സമയത്തിൽ നിന്നും അസ്തമനം കുറയ്ക്കും. ക്ലിയർ ആയോ? അസ്തമനം കുറച്ചിട്ട് അതെ. എങ്ങനെയാണ് അസ്തമനാൽപരം? നമ്മൾ മറ്റൊരു ഉദയാൽപരം അല്ലേ കുറയ്ക്കുന്നത്? അസ്തമയാൽപരം കുറയ്ക്കണം. അസ്തമാൽപരം കുറയ്ക്കണം. അപ്പം ഉദയലഗ്നത്തിന്റെ 7-ാമത്തെ രാശിയായിരിക്കും ആര്? അസ്തമനം. ഇപ്പം വൃശ്ചികൻ രാശിയാണ് ഉദയമെങ്കിൽ അതിന്റെ 7-ാമത്തെ രാശിയാണ് ഏത്? ഇടവൻ രാശിയിലായിരിക്കും അസ്തമനം. അപ്പൊ പഞ്ചാംഗത്തിൽ ഉദയാൽപരവും അസ്തമനാൽപരവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി 1 മണിക്ക് ശേഷം അല്ലെങ്കിൽ 12 മണിക്ക് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ 1 മണിക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്തതുപോലെ, പകൽ വിധത്തിൽ ചെയ്ത പോലെ റെയിൽവേ ടൈം ഉണ്ടല്ലോ നമ്മളുടെ 24 മണിക്കൂർ ടൈം. 12 എന്ന് പറയുമ്പോൾ അത് 13 കൺവെർട്ട് ചെയ്യാം. 1 മണി എന്നാൽ 13 കൺവെർട്ട് ചെയ്യാം. കാര്യം 1 മണി രാത്രി 1 മണിക്കാണ് അല്ലെങ്കിൽ 1:30-ക്കാണ് ജനനം. അപ്പോ അസ്തമനം 6:30. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ 1:30 നിന്നും അസ്തമന സമയം കുറയ്ക്കാൻ പറ്റില്ല. കാര്യം പറ്റില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ റെയിൽവേ ടൈമിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിലേക്ക്, റെയിൽവേ ടൈം എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ കണക്കാണ്. 24 മണിക്കൂറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇനി അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രസ്ഫുടത്തിൽ നിന്നാണ് നമ്മൾ സാധാരണ ഇത് കാണാറുള്ളത്. ഏത്? ശിഷ്ടദശ കാണാറുള്ളത്. അപ്പോൾ ചന്ദ്രദശ അല്ലെങ്കിൽ ചന്ദ്രദശയല്ല, ഏത് ദശയായാലും ചന്ദ്രസ്ഫുടം എത്രയാണെന്ന് നോക്കണം. ചന്ദ്രസ്ഫുടം സാധാരണ രാശി ഭാഗ കല എന്ന ക്രമത്തിലാണല്ലോ. അപ്പോ 5 രാശി 27 ഭാഗ 30 കല എന്ന് പറഞ്ഞാൽ 5-ാമത്തെ രാശിയിൽ ചന്ദ്രൻ 27 ഭാഗ 30 കല ചെന്നപ്പോഴാണ് ജനനം എന്നാണ് സാരം. 5, 27, 30. അപ്പൊ 5-ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ ഏത് രാശിയായിരിക്കും? കന്നി. അപ്പോ കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിങ്ങത്തിൽ വരുന്നത് മകം, പൂരം, ഉത്രത്തിൽ മുക്കാല്. അപ്പൊ ഇവിടെ ഉത്രത്തിൽ കാല്, അത്തം 13, 20. ചിത്തിര അരേ. അല്ല മകം അല്ല, ചിങ്ങൻ രാശിയിലും മകം, പൂരം, ഉത്രത്തിൽ കാല്. ഇവിടെ വരപ്പോ ഉത്രം മുക്കാല്, അത്തം ചിത്തിര അര അല്ലേ? ചിത്തിരയുടെ അരയല്ലേ? അപ്പൊ അവിടെ 0, 0, 13, 10, 23, 6, 29, 30 കറക്റ്റ് ആയി. അപ്പൊ നമുക്ക് രാശി കിട്ടി. അപ്പൊ ഇവിടെ പറയുന്നത് 27, അതായത് കന്നി രാശിയിൽ 27 ഭാഗ 30 കല എന്നാണ്. അപ്പൊ നമ്മൾ ആ 27, 30 അങ്ങ് എടുത്തു. അതിൽ നിന്ന് 10 കുറച്ചു. അതാണ് ഈ 10 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഉത്രമാണ്. അപ്പൊ 30, 27 10 പോയാൽ 17.
അപ്പൊ ഉത്തരം അല്ല, ഉത്തരം കഴിഞ്ഞു, അത്തത്തിലേക്ക് പോയി. അത്തം എത്രയാണ്? 13. 13-20. അപ്പൊ 10 17 13 പോയി എത്രയാണ്? 4. 30. അപ്പൊ എവിടെ എത്തി? ഉത്തരം പോയി, അത്തം പോയി, ചിത്തിര നക്ഷത്രത്തിലെത്തി അല്ലേ? 4-10. 4-10 ചിത്തിരയിൽ. അപ്പൊ ഇത് അതായത് 13 ഡിഗ്രി 20 കലയുള്ള ചിത്തിര നക്ഷത്രമാണ് അല്ലേ? 2 രാശിയിലും കൂടി അല്ല, ചിത്തിര അരയല്ലേ ഉള്ളു സാറേ? അല്ല, 2 രാശിയിലും കൂടി 13 ഡിഗ്രി 20 മിനിറ്റ് അല്ലേ? അതെ അതെ. അല്ല, ഇത് ചിത്തിരയിൽ ചെന്നതാണ് 4-10. 4-10. നമുക്ക് കാണേണ്ടത് ചെല്ലാനുള്ളതിലാണ്. മനസ്സിലായില്ലേ? അപ്പം ടോട്ടൽ ചിത്തിരയിൽ 13-20 നിന്നും ചെന്ന ചിത്തിര 4-10 കുറയ്ക്കണം. 10 -4 9-10. 9-10. അപ്പോ ഈ 9, അതായത് ഇങ്ങനെ ചിത്തിര നക്ഷത്രത്തിൽ 9 നാഴിക 10 വിനാഴിക ചെന്നപ്പോഴാണ് ജനനം. അപ്പോ നക്ഷത്രത്തിൽ ചെന്ന നാഴിക വിനാഴികളെ മൊത്തത്തിൽ വിനാഴികളാക്കണം. അതിനെന്ത് ചെയ്യണം? 9 × 60 + 10. 550. 954 10 അല്ലേ? 550. അതായത് നക്ഷത്രത്തിൽ ചെന്ന നാഴിക വിനാഴികളെ മൊത്തത്തിൽ വിനാഴികളാക്കി ദശാനാഥന്റെ വർഷം കൊണ്ട് ഗുണിക്കണം. ആരായിരിക്കും ദശാനാഥൻ? ഉത്തരമാണെങ്കിൽ രവി, അത്തമാണെങ്കിൽ ചന്ദ്രൻ, ചിത്രയാണെങ്കിലോ? അതായത് അശ്വതി മകം മൂലം കേതു, ഭരണി മൂലം പൂരാടം ശുക്രൻ, കാർത്തിക ഉത്തരം ഉത്രാടം രവി, രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ, മകയിരം ചിത്തിര അവിട്ടം ആരാണ്? മകയിരം ചിത്തിര അവിട്ടം എന്ന് പറഞ്ഞാൽ അത് ചൊവ്വയാണ്. അപ്പൊ ദശനാഥന്റെ ചൊവ്വയുടെ വർഷം എത്രയാണ്? 7. അപ്പോ നക്ഷത്രത്തിൽ ചെന്ന നാഴികയെ അല്ല, ചെല്ലാനുള്ള ചെന്നത് 4-10 ചെല്ലാനുള്ള നാഴിക വിനാഴികളെ മൊത്തത്തിൽ വിനാഴികളാക്കി അതിനെ ദശനാഥന്റെ വർഷം കൊണ്ട് ഗുണിച്ച് 800 കൊണ്ട് ഭാഗിക്കണം. 800 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 13 × 60 + 20 ആണ് 800. അതായത് ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം. അപ്പം 38-50 എന്ന് കിട്ടും. 38-50 / 800 4. ഇപ്പൊ 4 × 800 3200. 3200 - 38-50 -650. അപ്പോ 800 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ഹരണഫലം വർഷവും 4 വർഷം. അതിന്റെ ശിഷ്ടത്തെ 12 കൊണ്ട് ഗുണിച്ച് അതിന്റെ ശിഷ്ടത്തെ 650 × 12. 12 എന്ന് പറഞ്ഞാൽ എന്താണ്? മാസം 7800. 72 7800 ഭാഗം 800 സമം 9. 972. 972. 7200. 7200 - 7800 600. 600.
600 ഗുണം 30. ബൈ 800. ആ 600 ഗുണം 30 എന്ന് പറഞ്ഞാൽ ദിവസം 30 അല്ലേ ഉള്ളൂ. അതെ അപ്പൊ 18,000 എന്ന് കിട്ടും. അതെ ബൈ 800. ഭാഗം 800, 22 ദിവസം. ഇപ്പോ 4 വർഷം 9 മാസം 22 ദിവസം. ഇതാണ് ചന്ദ്രദശയിൽ നിന്നും ചന്ദ്രദശ ഗർഭം. അല്ല 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 ചന്ദ്രസ്ഫുടത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ശിഷ്ടദശ കണ്ടുപിടിക്കുന്ന വിധം. ഇതാണ് എളുപ്പം. ഇനി അല്ലാതെ വേറൊരു വിധവും കൂടിയുണ്ട്. അതിനെ പറയും പരമനാഴികയിൽ നിന്നും ചന്ദ്രസ്ഫുടം കാണുക എന്നുള്ളതാണ്. കാര്യം അത് നാഴിക വിനാഴി പഞ്ചാംഗത്തിൽ നോക്കി തലേ ദിവസം എത്ര ഉണ്ടായിരുന്നു, ഇന്ന് എത്രയുണ്ട്, അതിൽ നിന്ന് മൊത്തം നക്ഷത്രത്തിന്റെ നാഴിക വിനാഴിയെ കണ്ടെത്തി അത് ഇതേപോലെ തന്നെയാണ്. ചെന്നതിൽ നിന്നും ചെന്നത് എത്ര, ചെല്ലാനുള്ളത് എത്ര എന്ന് കണ്ടുപിടിച്ചിട്ട് ചെല്ലാനുള്ളതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത്. അത് അല്പം ടഫ് ആയതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. സാധാരണ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചന്ദ്രസ്ഫുടത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? ശിഷ്ടദശ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ എല്ലാവരും സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഏതെങ്കിലും ഇല്ല, സാറിന്റെ പറഞ്ഞാൽ നമുക്ക് ഒരു ജ്യോതിഷദീപ്തി. അതാണ് ഇപ്പോൾ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഉള്ളു. എങ്ങനെ നമ്മളെ ഈ കുറഞ്ഞ വിലയ്ക്ക് നല്ല ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഈ ജ്യോതിഷദീപ്തിയാണ്. പിന്നെ വേറെയൊക്കെ ഉണ്ട്, അതൊക്കെ വർഷാവർഷം പുതുക്കേണ്ടതായിട്ട് വരും. ഇത് ഒരിക്കൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് ആയിട്ട്, അതായത് ആ ലൈഫ് ലോങ് എന്ന് പറയുമ്പോൾ ആ മൊബൈലിന്റെ ലോങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കും. മൊബൈൽ മാറുകയാണെങ്കിൽ പിന്നെ മാറേണ്ടി വരും. അപ്പോൾ ഈ തുടക്കം മുതലേ ഉള്ള ഈ രാശിചക്രം മുതലുള്ള കാര്യങ്ങളെ ഒന്ന് ആവർത്തിച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഈ ഫലം പറയുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു. ആ ഫലം പറയുന്ന രീതിയിൽ ഒരു 6 ഘടകങ്ങളുണ്ട്. ഭാവം, ഭാവാധിപൻ, ഭാവത്തിൽ നിൽക്കുന്നവൻ, ഭാവത്തിൽ നോക്കുന്നവൻ, ഭാവകാരകൻ, യോഗകാരകൻ ഉണ്ടെങ്കിൽ യോഗകാരകൻ. അത് ലഗ്നത്തിന് മാത്രമേ നമ്മൾ യോഗകാരകനെ പരിഗണിക്കൂ. ബാക്കി ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ ബാക്കി ഭാവങ്ങളെല്ലാം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അവിടെ യോഗകാരകൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കില്ല. ഇപ്പൊ രാശിചക്രത്തിലെ 6 രാശികൾക്ക് മാത്രമേ യോഗകാരകനുള്ളൂ. 4 കോണ രാശികൾക്കും അതേപോലെ മേടം, വൃശ്ചികൻ രാശിക്കും യോഗകാരകൻ ഇല്ല. യോഗകാരകൻ എന്ന് പറയുമ്പോൾ ആ ജാതകനെ സഹായിക്കാനുള്ള ഗ്രഹമാണ് യോഗകാരകൻ. പിന്നെ അതേപോലെ തന്നെ യോഗകാരകനും ബലമില്ല, ലഗ്നാധിപനും ബലമില്ല, ലഗ്നത്തിന്റെ കാരകനും ബലമില്ലെങ്കിൽ വളരെ പരിതാപകരമായിരിക്കും. യോഗകാരകൻ ഉണ്ടെങ്കിൽ, അതായത് 6 രാശികൾക്ക് യോഗകാരകനുള്ളൂ. അപ്പൊ അതേപോലെ യോഗകാരകന് ബലമില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ആ യോഗകാരകൻ 6, 8, 12 പോകുകയോ നീചനാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ യോഗകാരകനായ ഗ്രഹത്തിന്റെ രത്നം ധരിക്കുന്നതിൽ തെറ്റില്ല. ലൈഫ് ലോങ് ആയിട്ട് ധരിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ ലഗ്നാധിപന്റെ രത്നവും നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ധരിക്കും. പിന്നെ ലഗ്നസ്ഫുടവും ഈ മറ്റേ ഗ്രഹസ്ഫുടങ്ങളും. അപ്പൊ സ്ഫുടം കാണുന്നതിനുള്ള നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു. ഇപ്പൊ ലഗ്നമാണെങ്കിൽ ജനന സമയത്തിൽ നിന്നും ഉദയം കുറയ്ക്കും. ജനന സമയത്തിൽ നിന്ന് ഉദയം കുറയ്ക്കുമ്പോൾ ഉദയം മുതൽ ജനന സമയം വരെ ചെന്ന മണിക്കൂർ മിനിറ്റ് കിട്ടും. ഈ മണിക്കൂർ മിനിറ്റുകളെ നാഴിക വിനാഴികളാക്കണം. അതിനെന്ത് ചെയ്യും? 2.5 കൊണ്ട് ഗുണിക്കുകയോ അല്ലെങ്കിൽ 2.5 പ്രാവശ്യം എഴുതി കൂട്ടുകയോ ചെയ്യും. അപ്പോൾ ഉദയം മുതൽ ജനന സമയം വരെ ചെന്ന നാഴിക വിനാഴിക കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യും? അന്നത്തെ ഉദയാൽപരം കുറയ്ക്കും. അന്നത്തെ ഉദയാൽപരം കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രമത്തിൽ ഓരോ രാശിയുടെയും രാശി പ്രമാണം അല്ലെങ്കിൽ രാശിമാനങ്ങൾ കുറയ്ക്കും. പിന്നെ അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതായിരിക്കും. അല്ലെങ്കിൽ അടുത്ത രാശി പ്രമാണവും ഈ നമുക്ക് ചെന്നതുമായിട്ടുള്ള വ്യത്യാസം നോക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു രാശി ലഗ്നം അതാണെന്ന് മനസ്സിലാക്കി. പിന്നെ എന്താണ്? അപ്പൊ ആ ലഗ്നം ഏത് രാശിയിലാണോ ചെന്നത് ആ രാശിയുടെ രാശിമാനത്തെയും നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ എന്താണ്? ലഗ്നത്തിൽ ചെന്ന നാഴിക വിനാഴികളെ മൊത്തത്തിൽ വിനാഴികളാക്കി അതിനെ എന്ത് ചെയ്യും? 1800 കൊണ്ട് ഗുണിക്കും.
അങ്ങനെയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ലഗ്നം ചെന്ന രാശിയുടെ രാശിമാനത്തെ മൊത്തത്തിൽ വിനാഴികളാക്കി അതുകൊണ്ട് ഭാഗിക്കും. അതുകൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നത് ഒരു വലിയ കലയായിരിക്കും. ആ കലയിൽ എത്ര എത്ര കലയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിനെ വീണ്ടും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഭരണഫലം ഭാഗയും ശിഷ്ടം കലയുമായിരിക്കും. അപ്പൊ ഏത് രാശിയാണെന്ന് നേരത്തെ നമുക്ക് ലഗ്നം പീരീഡ് അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ഏത് രാശിയാണെന്ന് മനസ്സിലായി. അപ്പൊ രാശി, ഭാഗ, കല എന്ന ക്രമത്തിലാണ് ലഗ്നസ്ഫുടം. അതേപോലെ ഗ്രഹസ്ഫുടം കാണുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ഗതി, ഏത് ദിവസത്തെയാണ് കാണേണ്ടത്, തൊട്ട് മുമ്പത്തെ ദിവസത്തിൽ നിന്നും അന്നത്തെ ദിവസത്തിന്റെ കുറച്ച്, അപ്പോൾ ഗ്രഹം സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ ഗതി കിട്ടും. പിന്നെ ജനനസമയം മുതൽ 5:30 മണി വരെ എത്ര സമയ ദൈർഘ്യമുണ്ട് അതിനെ മൊത്തത്തിൽ മിനിറ്റുകളാക്കി അതിനെ എടുക്കുമ്പോൾ അതാണ് ടൈം ഇന്റർവെൽ. നമ്മളുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഗതി ഇൻറ്റു ടൈം ഇന്റർവെൽ ഡിവൈഡ് ബൈ 1440. ഈ 1440 എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ശേഷമാണെങ്കിൽ എങ്ങനെ 5:30 കുറയ്ക്കുന്നത്? രാത്രി 12 മണിക്ക് ശേഷമാണെങ്കിൽ നമ്മൾ ജനനസമയത്തിൽ നിന്ന് അസ്തമനം കുറയ്ക്കും. 5:30 വന്നത് ചോദിക്കുന്നു. വെളുപ്പിന് 5:30. നമ്മള് ടൈം ഇന്റർവെൽ കാണാനായിട്ട് നമ്മൾ ജനിച്ച സമയത്ത് ഇപ്പൊ 11:55 ആയതുകൊണ്ട് നമ്മൾ 5:30 കുറയ്ക്കുന്നു. രാത്രി 12 മണിക്ക് ശേഷമാണ്, ഒരു 2 AM എത്ര കുറയ്ക്കും? എന്ത് ചെയ്യണം? എങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പഞ്ചാംഗത്തിൽ കൊടുത്തിരിക്കുന്ന സ്ഫുടങ്ങളെല്ലാം രാവിലെ 5:30 മണിക്കുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പകലായാലും രാത്രി ആയാലും ഗ്രഹം എത്ര ദൂരം സഞ്ചരിച്ച് അല്ലെങ്കിൽ എത്ര സമയം എടുത്തു എന്നറിയേണ്ടത്. ഇപ്പം 5:30 മണിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ആ ഏത് സമയത്താണോ ആ സമയത്തിൽ നിന്ന് 5:30 മണി കുറച്ചാൽ മതി. അപ്പൊ 5:30 മണി മുതൽ ഉള്ള സമയ വ്യത്യാസം കിട്ടും. ഉദയം അല്ലെങ്കിൽ ജനനം വരെയുള്ള സമയ വ്യത്യാസം കിട്ടും. മനസ്സിലായില്ല എന്നൂടെ പറയണോ? ഇപ്പൊ രാത്രി വെളുപ്പിന് 2 മണിക്കാണ് ഒരു കുട്ടി ജനിക്കുന്നത്. വെളുപ്പിന് 2 മണിക്കാണ് കുട്ടി ജനിക്കുന്നത്. ആ കുട്ടിയുടെ 2 മണിയെ വെളുപ്പിന് 2 മണിയാണെങ്കിൽ നമ്മൾ എത്ര അതിനെ കൺവേർട്ട് ചെയ്യും? കൺവേർട്ട് ചെയ്തിട്ട് 14 ഈ ടൈം ഇന്റർവെൽ എടുക്കുമ്പോ അവിടെ 14 എടുത്താൽ മതിയോ? 14 എങ്ങനെയാ എടുക്കുന്നത്? 12 2 14 അല്ലേ? അപ്പൊ അവിടെ 14 എടുത്താൽ മതിയാകുമോ? രണ്ട് 26 എടുത്താൽ മതിയാവും. അല്ല അത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് പഞ്ചാംഗത്തിൽ കൊടുത്തിരിക്കുന്ന സ്ഫുടം, ആ സ്ഫുടത്തിനെ ആസ്പദമാക്കിയാണല്ലോ നമ്മൾ രാത്രി 2 മണിക്കൂർ എടുക്കുന്നത്. അത് രാത്രി 2 മണിക്കൂർ എടുക്കുന്നത്. അപ്പം 12, 13, 14, 15, 16 അങ്ങനെ ഒരു 2 മണിയാകുമ്പോൾ എത്രയാവും? ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ എത്രയാവും? 18. 18 നിന്നും വീണ്ടും ഇതിലേക്ക് വരുമ്പോഴോ 2 മണിയിലേക്ക് വരുമ്പോ എത്രയാവും? 26. 26 നിന്നും 5:30 കുറച്ചാലല്ലേ ഈ വെളുപ്പിന് അന്നേ ദിവസം വെളുപ്പിന് 5:30 മണി മുതൽ വെളുപ്പാങ്കാലം 2 മണി വരെയുള്ള എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എന്ന് കിട്ടുള്ളൂ? ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അതാ എനിക്കറിയാം. അതെ 26 5:30 കുറയ്ക്കണല്ലേ സാറേ? അതെ. അപ്പൊ വെളുപ്പാങ്കാലം 6 മണിയാകുമ്പോ എത്ര സമയം വരും? 30 എന്ന് വരും അല്ലേ? ഇപ്പൊ നമ്മൾ നൂറ്റാണ്ട് പഞ്ചാംഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിധത്തിലാണ് സമയക്രമം കൊടുത്തിട്ടുള്ളത്. 12, 13, 14, 15 അങ്ങനെ 16 പോയിട്ട് പിന്നെ രാത്രി വീണ്ടും രാത്രി 12 മണിയാകുമ്പോ എത്ര മണിയാവും? എത്ര ആയിരിക്കും കാണിക്കുന്നത്? 24 കാണിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ യുക്തിക്കനുസരിച്ച് നമ്മൾ
ചെയ്യണം. നമ്മുടെ സോഫ്റ്റ്വെയറിലേ ഇതിനകത്ത് ഇവിടെ തന്നിരുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് ലഗ്നം കൊടുത്തിരിക്കുന്നത് 8/22/59. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോ 21 സംതിങ് എന്നാണ്. 21:57. അതെന്താ വ്യത്യാസം വരാൻ കാര്യം എന്താ? വ്യത്യാസം വരാൻ കാര്യം ഈ സോഫ്റ്റ്വെയർ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ മധ്യഭാഗമായ തൃശ്ശൂരിനെ ബേസ് ചെയ്താണ്. കേരളത്തിന്റെ മധ്യഭാഗമായ തൃശ്ശൂരിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരം കൊടുത്തിട്ടാണല്ലോ ചോദിക്കുന്നത്. സ്ഥലം കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെ കൊടുത്താലും ചില അവസരങ്ങളിൽ അങ്ങനെ പിന്നെ വേറെ വേറെ കാര്യമുണ്ട്. നമ്മള് രാശി ഭാഗ കല വരെ ചെയ്തോളൂ, നമ്മൾ വികലയിൽ ചെയ്തില്ല. അതായത് ഒരു ഭാഗ രണ്ട് കലയുടെ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് പറഞ്ഞത്. നമ്മള് രാശി ഭാഗ കലയെ എടുത്തു, അതായത് നമ്മള് മണിക്കൂർ മിനിറ്റേ എടുത്തോളൂ, സെക്കൻഡ് എടുത്തില്ലല്ലോ. ഇത്ര 11 മണി 55 മിനിറ്റ് അല്ലേ? 11 മണി 55 മിനിറ്റ് ഇത്ര സെക്കൻഡ് എന്നുള്ള സമയം നമ്മളവിടെ എടുത്തില്ല. കണക്ക് കൂട്ടിയപ്പോൾ നമ്മളെന്ത് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡിനെ ഒഴിവാക്കി. ആ സെക്കൻഡിന്റെ വ്യത്യാസമാണ് അവിടെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് രാശിയിലോ അംശകത്തിലോ ഒരു മാറ്റവും വരില്ല. ഒരു അംശകത്തിൽ മാറ്റം വരണമെങ്കിൽ 3 ഡിഗ്രി 20 മിനിറ്റിന്റെ വ്യത്യാസം വരണം. ഓക്കെ, ശരി 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 ശരി. അപ്പൊ നമുക്ക് ലാൽ സാറുണ്ടോ സാറേ? നമസ്കാരം. അപ്പൊ എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണം. നമ്മുടെ ക്ലാസ് ഇന്ന് കൊണ്ട് അവസാനിക്കുകയാണ്. എല്ലാവരെയും ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തി, നിങ്ങൾ എവിടെയാണ് സ്ഥലം, പേര്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന എങ്ങനെയാണ് പഠിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, ചെറുതായിട്ടൊന്ന് പറയാം. ശശിധരൻ സാറ് ആദ്യം പറഞ്ഞു. മൈക്ക് ഓഫാണ് സാർ, മൈക്ക് ഒന്ന് ഓൺ ചെയ്തു. ശരിയാ. സാർ, എന്റെ പേര് ശശിധരൻ. ഞാൻ കോട്ടയം ജില്ലയിലാണ്. കോട്ടയത്തിനടുത്ത് മുണ്ടക്കയത്തിനടുത്താണ് താമസം. വള്ളിയങ്കാവിനടുത്താണോ സാറേ? എന്തോ? വള്ളിയങ്കാവിനടുത്താണ്. വള്ളിയാങ്കാവിനടുത്താ. നമ്മുടെ അവിടുന്ന് വള്ളിയാങ്കാവിന് പോകാവുന്ന ദൂരമുള്ളൂ. ഞാന് പിന്നെ സ്കൂളിലെ അധ്യാപകനായിരുന്നു. 2 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. അപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു താല്പര്യം ഇതിനോട് വന്നുകൊണ്ടാണ് ഇത് പഠിക്കണമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ ആവശ്യമായിട്ട് ഇങ്ങനെ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഞാൻ ഇതിനകത്ത് ഈ ഭാരതീയ വാസ്തു ജ്യോതിഷത്തില് കണ്ട് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. ഈ കാര്യങ്ങൾ അങ്ങനെ ജ്യോതിഷത്തിന്റെ മറ്റ് അറിവുകളൊന്നും കൂടുതലായിട്ടില്ലായിരുന്നു. ഞാൻ സയൻസ് അധ്യാപകനായിരുന്നു. എന്നാലും അല്പം സ്വല്പം ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. നേരത്തെ തൊട്ട് തന്നെ പഠിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ എനിക്ക് തുടക്കമാണിത്, ബേസിക് ആണ് പഠിച്ചത്. ഇനി തുടർന്ന് പഠിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഞാനങ്ങനെ ജ്യോതിഷമൊന്നും പ്രാക്ടീസ് ചെയ്യുന്നയാളല്ല, പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് കാര്യങ്ങൾ, ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് സാറിനെ ഇത് പഠിപ്പിച്ച നമ്മളെ പ്രസന്ന സാറിനും അതുപോലെ
ഭാരതീയ വാസ്തു ജ്യോതിഷത്തിലെ ലാൽ സാറിനും ഒക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതേ എനിക്ക് പറയാനുള്ളത് സാറേ. ശരി സാർ, ശരി. ഓക്കെ, താങ്ക് യു. അടുത്തത് കൃഷ്ണൻ സാറേ. സാർ എപ്പോഴും എന്നെ വിളിക്കുന്ന ആളാണ്, നേരിട്ട് കണ്ടിട്ടില്ല. മൈക്കൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാം. സാർ ആരുടെ പറഞ്ഞത്? സാറ് പറഞ്ഞോളൂ, രവികുമാർ സാർ പറയും. സാർ അതാ വീഡിയോ കൂടി ഒന്ന് ഓൺ ചെയ്യാം. നമസ്കാരം. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഞാൻ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. ഒരു തമാശനെ ചേർന്നതാ. ഇതൊരു തൊഴിലായിട്ട് കൊണ്ടുപോകാനായിട്ടല്ല. ഞാനൊരു പോളിടെക്നിക്കിലെ അധ്യാപകനായിരുന്നു. ഞാൻ തൊഴിലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല ഇതിനകത്ത് ചേർന്നത്. അപ്പൊ ഞാൻ പണ്ട് ഒരു സമ്പൂർണ്ണ ജാതകഗണിതം പറഞ്ഞൊരു പുസ്തകം വാങ്ങിച്ച് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഈ ലഗ്നോ കണ്ടുപിടിക്കാനായിട്ട് ചുമ്മാ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 1998 ഒക്കെ മുമ്പ്. അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ കണ്ടപ്പോ ഒന്ന് ചേരണം തോന്നി, കാര്യങ്ങൾ മനസ്സിലാക്കണം തോന്നി. കുറെ ഇപ്പൊ ഒന്നും അറിയത്തില്ലാത്തൊരു ശിശുവിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ ഈ ലഗ്നോ ഒക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. സാറിന്റെ ക്ലാസ് കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം ലഗ്നം, ഗ്രഹസ്ഫുടം, നവാംശകം, ഭാവചക്രം, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഞാന് എന്തോ എനിക്കറിയത്തില്ല, ഞാനതിങ്ങനെ അത് വളരെ ഭംഗിയായിട്ട്. പിന്നെ ഈ ബാക്കിയുള്ള ഇതിന്റെ ഈ ക്ലാസ്സിനകത്ത് നമ്മള് ഭാവകാരകൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് അത്രയൊന്നും ഉൾക്കൊള്ളാമില്ല. മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട്, അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് സാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ അകത്തൊരു സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും പ്രസന്നകുമാർ സാറിന്റെ ക്ലാസ് കൊള്ളാം, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ വയ്യാത്ത ഒരാളായതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. ഇത് പറ്റുമെങ്കിൽ സാറേ അതും പറ്റും. കാര്യം അത് ഒന്നുകൂടി പല പ്രാവശ്യം വായിച്ച് കേൾക്കുമ്പോ പറ്റുമായിരിക്കും, പല പ്രാവശ്യം വായിച്ച് കേൾക്കുമ്പോൾ. മറ്റേന്ന് പറയാൻ നേരത്തെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഓരോ ക്ലാസ്സും അത് ലാൽ സാറിനോട് പ്രത്യേകം പറഞ്ഞു, ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ കിട്ടുമ്പോ നമ്മളത് പല പ്രാവശ്യം കേൾക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കത് കൂടുതലായിട്ട് നമ്മുടെ മെമ്മറിയിലിട്ട് നിൽക്കും. ഒരു പ്രാവശ്യം പറഞ്ഞു അതിന്റെ നോട്ട് വായിച്ചാലൊന്നും അത്ര ഇതില്ല. പല പ്രാവശ്യം റെക്കോർഡ് ചെയ്ത വീഡിയോ, അത് ആദ്യം കുറെ ക്ലാസ്സുകൾ അങ്ങനെ കിട്ടിയിരുന്നു, അതിന്റെ ഒരു ഗുണമുണ്ട്. ഇപ്പൊ ഈ മാത്തമാറ്റിക്കലിന്റെ ക്ലാസ്സും അങ്ങനെ കിട്ടിയതുകൊണ്ട് കുറച്ച് ഗുണമുണ്ട്. ഇപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയില്ല, ശനിയാഴ്ച. പക്ഷെ സാറിന്റെ ക്ലാസ് കൊണ്ട് അത്രയും കാര്യങ്ങൾ ഞാനിന്ന് നോട്ട് എഴുതി. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിൽ എനിക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ സാറ് പുതിയ ക്ലാസ്സുകൾ നടത്തുമ്പോൾ, കോഴ്സ് നടത്തുമ്പോഴും ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ ലാൽ സാറിനോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയാണ്. അതിട്ട് കഴിഞ്ഞാൽ ആ പഠിതാക്കൾക്ക് അതിന്റെ ഗുണം ചെയ്യും. പിന്നെ ഇത് വർത്തായിരുന്നു. പിന്നെ ഈ രാത്രി 8:30 മുതൽ 9 വരെ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയമായിരിക്കും. എന്നാൽ പോലും താല്പര്യപൂർവ്വം നമ്മളിത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അത് പ്രയോജനപ്പെടുന്നുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇനിയിപ്പോ പ്രശ്നത്തിനൊന്നും അങ്ങനൊന്നും പോകാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഇത്രയും പ്രായമുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. ചെറുപ്പക്കാർ കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കും. നമ്മളൊക്കെ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മള് ഇതെന്താണെന്ന് ചോദിച്ചാൽ കാര്യം മനസ്സിലാക്കാനായിട്ടുള്ള പ്രാപ്തി സാറിന്റെ ക്ലാസ് കൊണ്ട് ഉണ്ടായി. അത് പ്രത്യേകിച്ച് സാറിന് നന്ദി പറയുന്നു, ലാൽ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്നുള്ള ക്ലാസ്സിൽ ഞാനിങ്ങനെ കേൾക്കുന്ന ആളോട് ഇത് പറയുന്നതായിരിക്കും. താങ്ക് യു സാർ.
സാറേ പ്രായമൊന്നും ഇതിനകത്ത് വിഷയമല്ല കേട്ടോ. കാര്യം ഇവിടെ പഠിക്കുന്നതിലെ കൂടുതൽ ആൾക്കാരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ശരിയാണ്. പ്രായം നോക്കാം. എന്ന് സാറ് കരുതണ്ട. അല്ല, അതുകൊണ്ടല്ല, ഇത് തൊഴിലായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് അല്ല, താല്പര്യമില്ല. തൊഴിലായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ താല്പര്യം. പക്ഷെ നമുക്ക് പല ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ പറ്റും. കാരണം നമുക്ക് സഹായിക്കാം. അറിയാവുന്ന ആൾക്കാർ വന്ന് നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് സാധിക്കും. ഞാൻ പറയുന്നത് ഇനിയിപ്പോ നമുക്ക് പ്രശ്ന മുഹൂർത്തം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. മുഹൂർത്തമൊക്കെ കുറിച്ച് കൊടുക്കാനൊക്കെ, അല്ലെങ്കിൽ ഒരാളൊരു ജ്യോത്സ്യനെ കണ്ട് ഒരു മുഹൂർത്തം കുറിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അറിവുകൾ നേടുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെ. താല്പര്യമുള്ള എല്ലാവരും ചേരണം. കാര്യം അതിനകത്ത് കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്, ഗ്രഹങ്ങളെയും രാശികളെയൊക്കെ പറ്റി സാർ ഒരിക്കൽ കൂടി പഠിപ്പിച്ചിട്ടാണ് പ്രശ്നത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മുഹൂർത്തം കാണുക. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ വീട് വെക്കാനുള്ള മുഹൂർത്തം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാനായിട്ട്, പിന്നെ കല്യാണത്തിനുള്ളത്, വീടിന്റെ പാല് കാച്ച്, ഇങ്ങനെയൊക്കെ ഓരോ വിഷയത്തിലുള്ള മുഹൂർത്തം കാണുന്ന എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വിശദമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് 1 വർഷത്തെ കോഴ്സാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഓരോരുത്തരെ സഹായിക്കാൻ പറ്റും. ഇതൊരു പരസ്പരം ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി എങ്കിലും ഇത് ഉപയോഗിക്കണം. കാര്യം ഇതുകൊണ്ട് നമുക്കൊരു വരുമാനം മാത്രമല്ല, വരുമാനം ആവശ്യമുള്ളവർക്ക് ആ രീതിയിൽ പോകാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമ്മളെ അറിയുന്നവരെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ആണെങ്കിലും ഇപ്പൊ ഒരു ഗ്രഹനില കൊണ്ടുവന്നു, ഒരു പയ്യന്റെ ഗ്രഹനില കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിനോ മറ്റുള്ള സുഹൃത്തുക്കളുടെ അല്ല ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഇതിനൊരു ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായിട്ടോ എടുക്കണമെന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് എല്ലാവരും തുടർന്നും പഠിക്കണമെന്നുള്ളതാണ് നമ്മുടെ തുറന്നു നോക്കാം. എന്നാച്ചാല് അത് കുറച്ചുകൂടി രസകരമായ പഠനമായിരിക്കും ഇനി വരുന്നത്. കാര്യം ഇത് പിന്നെ പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് നമുക്ക് നമ്മുടെ അടുത്ത് ഒരാള് വന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് തന്നെ ആ സമയത്തുള്ള ഗ്രഹനില എടുത്ത് നോക്കിയിട്ട് എന്താണ് അയാളുടെ അവസ്ഥയെന്ന് പറയാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. ആ വിളിക്കുന്ന സമയത്ത് നമ്മളെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്നു, സാറേ എനിക്ക് എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ല, എന്താണെന്ന് ചോദിച്ചാല് അത് നമുക്ക് ആ സമയത്തെ ഗ്രഹനില നോക്കിയിട്ട് ഫലങ്ങൾ പറയാം. അത് നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അയാൾക്ക് അതിനൊരു സഹായമായിട്ട് ചെറിയ അമ്പലത്തിലോ എവിടെയെങ്കിലും ചെറിയ വഴിപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളുടെ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നു. ഇതൊരു ഏറ്റവും വലിയൊരു സഹായം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പഠിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടംപോലെ ചെയ്യാം. പിന്നെ വേറെയൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം. വാസ്തുവിന്റെ ഒക്കെ ക്ലാസ് ഉണ്ട്. അതെല്ലാം പിന്നെ നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ആയിട്ട് ഇടും. ഇനിയുള്ള ക്ലാസ്സുകൾ എന്ത് ക്ലാസ് ആണെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ക്ലാസ്സിൽ നമുക്ക് ചേരാവുന്നതാണ്. പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ആരും റിമൂവ് ആയി പോകണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് മറുപടി തരും. ഞാനോ സാറോ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രൂപ്പ് എന്നും ഉണ്ടാവും, ഡിലേറ്റ് ചെയ്യത്തില്ല നമ്മൾ. സാറേ, ഈ സോഫ്റ്റ്വെയർ ഏതാണ് നമ്മൾ വാങ്ങേണ്ടത്? സാർ തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിന് ലൈഫ് ലോങ്ങിന് എങ്ങനെയാ ചെയ്യേണ്ടത്? സാറേ, അത് നമ്മള് സോഫ്റ്റ്വെയർ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട് ഇന്ന്. അപ്പൊ നമുക്ക് പിന്നെ കുറച്ച് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ആ സോഫ്റ്റ്വെയർ ആണ് ജ്യോതിഷ ദീപ്തി എന്ന് പറയും. അത് പിന്നെ നിങ്ങൾക്ക് ഫോണിൽ അതിന്റെ ഫ്രീ വെർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ ഇട്ടിരുന്നു. വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഇട്ട് തരാം. ഫ്രീ വെർഷൻ ഉണ്ട്. അതിന്റെ ഈ ബേസ് അതിനൊരു ചെറിയ പേയ്മെന്റ് ഉണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒന്നുണ്ട് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരണം. അതിനകത്ത് സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് ഒന്നുണ്ട് കാര്യങ്ങൾ ചെയ്യണം. അത് ഞാൻ പിന്നീട് വിളിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം. അത് ചെറിയ എമൗണ്ടേ വരത്തുള്ളൂ. അതിന് 1000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു എമൗണ്ടേ വരത്തുള്ളൂ. ഏതാണ്ട് 2000 രൂപയുടെ അവര് നമുക്ക് അവരുടെ റേറ്റ് അതാണ്. പക്ഷെ നമ്മളുടെ സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണെല്ലാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. 850 രൂപയ്ക്കാണ് നമ്മളിവിടെ സ്റ്റുഡൻസിന്റെ വാങ്ങി ചെയ്തു കൊടുക്കുന്നത്. നല്ലൊരു ഫോണിൽ വേണം ചെയ്യാൻ. അത് കാര്യം അതിനകത്ത് അവർ ലൈഫ് ടൈം പറയുന്നത് ഫോണിന്റെ ലൈഫാണ്. അല്ല, അത് പോയാണ് വേറൊരു ഫോൺ നമ്മൾ വാങ്ങിയാൽ മതിയല്ലോ. അത് ചെയ്യണം സാറേ, അത് ഞങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട്. അത് നിങ്ങളെല്ലാ കാര്യം നമുക്കിപ്പം നിങ്ങൾ ഗണിതമൊക്കെ പഠിച്ചു. ഗണിതം പഠിക്കുമ്പോഴത്തേക്ക് പിന്നെ അതുപോലെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ?
ഒരു എത്ര ദശാകാലഘട്ടവും പിന്നെ ഏതൊക്കെ ദിശയാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മളോട് ചോദിച്ച ആളെ എന്നിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഇന്ന് എല്ലാ വലിയ ജ്യോത്സ്യന്മാർ പോലും ഈ പിന്നെ സോഫ്റ്റ്വെയറിനെ ആശ്രയിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അതിനകത്ത് സ്ഫുടം എല്ലാം ഉണ്ട്. സാറ് നേരത്തെ പറഞ്ഞല്ലേ കലയും വികലയൊക്കെ ഉണ്ട്. വികലയൊക്കെ വെച്ചിരുന്നത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമ്മളെ ഈ ഫ്രീ സോഫ്റ്റ്വെയറിനകത്ത് ഒരു പീരീഡ് വരെ ഉള്ളതേ ഉള്ളൂ, അതിന് പ്രീവിയസ് എന്താണ് 5 വർഷത്തെ എത്ര ഒരു പീരീഡിലേ അവർ കൊടുക്കത്തുള്ളൂ. പിന്നെ നമുക്ക് അതിനകത്ത് വേറെയും ഗുണമുണ്ട്. നിങ്ങൾ ഫുൾ വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ജാതകം അടിച്ചു കൊടുക്കാം, പ്രിന്റ് എടുത്ത് കൊടുക്കാം, അവർക്ക് PDF ആയിട്ട് അയച്ചു കൊടുക്കാം. 32 പേജോ മറ്റോ വരുന്ന ഒരു ജാതകം അതിനകത്ത് കിട്ടും. അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ളവർക്ക് വേണം. അതിനൊരു പേയ്മെന്റ് നമുക്ക് വാങ്ങിക്കാം. നിങ്ങൾ അത് അത്രയും പൈസ മുടക്കുന്നതുകൊണ്ട് ഒരിക്കലും അതൊരു നഷ്ടമായിട്ടൊന്നും വരത്തില്ല. നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചുതരാം സാർ. അത് സോഫ്റ്റ്വെയർ നമുക്ക് സാറ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഒരുക്കി കൂടി അയച്ചു തരാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം. അതിനെന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഇനി ഒരു ഞങ്ങൾ കാര്യം പറയാനുണ്ട്. പേയ്മെന്റ് ഒന്നും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഇതിനൊരു പരീക്ഷ ഉണ്ടാവും. നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒരു പരീക്ഷ ഉണ്ടാവും. പിന്നെ ആ പരീക്ഷ എഴുതുന്നവർക്കെല്ലാം നമ്മുടെ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ശരി ശരി. ജ്യോതിഷ ഭൂഷണം എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് രജിസ്ട്രേഷൻ നമ്മള് രജിസ്റ്റേർഡ് ഫാമിലി സർട്ടിഫിക്കറ്റ് ആണ്. കുട്ടിക്കൃഷ്ണൻ സാറ് ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തെ കൂടി ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട്. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കാം. കുട്ടികൃഷ്ണൻ സാറില്ല. സാറുണ്ട്. നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. വളരെ നന്ദി. സാറിനും സാറിന്റെ ഫേമിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു സാർ. എല്ലാവർക്കും കൂടെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും ഇന്ന് നന്ദി പറയുന്നു. കാണാനില്ലല്ലേ സാറേ? അതെ, അദ്ദേഹത്തിനെ കാണാം. ശരി സാർ. ഗണിതത്തിന് ക്ലാസ് ഉള്ളവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അതെ അതെ. ലേഡി ഉണ്ടായിരുന്നില്ല, അവരെ കണ്ടില്ല. 9 പേരെ അതിലുണ്ടായിരുന്നു. അതെ. സാറ് ഇടയ്ക്ക് പറഞ്ഞു ഒരു ഗുളികൻ 2 ശനിയാഴ്ചത്തെ കേസ് സാറ് പറയാമെന്ന് പറഞ്ഞ് ഇന്ന് പറഞ്ഞു വെച്ചിരുന്നതാണ്. ഗുളികന്റെ ഇതെങ്ങനെയാ കാണുന്നത്, ആ ഗുളികോദയം കാണുന്നത് എങ്ങനെയാണെന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞുതരാം സാർ, പറഞ്ഞുതരാം. ഏതായാലും അത്ര എഴുതിക്കൊള്ളണം. ഹെഡിങ് ശനിയാഴ്ച ഗുളികോദയം കാണുന്ന വിധം. ശനിയാഴ്ച ഗുളികോദയം 2 നാഴികയ്ക്കാണ്. ശനിയാഴ്ച ഗുളികോദയം 2 നാഴികയ്ക്കാണ്. ദിനമാനത്തിന്റെയോ രാത്രിമാനത്തിന്റെയോ വ്യത്യാസം അനുസരിച്ച് ഈ 2 നാഴികയിൽ നിന്നും കുറഞ്ഞ നാഴിക വിനാഴികയ്ക്കായിരിക്കും ഗുളികോദയം. അങ്ങനെ വരുമ്പോൾ ഗുളികോദയ നാഴിക വിനാഴിയേക്കാൾ
ഇച്ചിരി പതുക്കെ ഗുളികോദയ പറയണം. ഒരു ശകല സ്പീഡ് കുറയ്ക്കും. ശരി. അങ്ങനെ വരുമ്പോൾ ഗുളികോദയ നാഴിക വിനാഴികയേക്കാൾ ഉദയാൽപര നാഴിക വിനാഴിക കൂടുതലായിരിക്കും. ഉദാഹരണം, ഗുളികൻ 2 നാഴിക 4 വിനാഴിക. ഉദയാൽപരം 4 നാഴിക 29 വിനാഴിക. ഗുളികോദയം കർക്കിടകം രാശിയിൽ കർക്കിടകം രാശിമാനം 5:19, 5 നാഴിക 19 വിനാഴിക. അടുത്ത പാരഗ്രാഫാണ്. കർക്കിടകം രാശിയുടെ രാശിമാനത്തിൽ നിന്നും ഉദയാൽപര നാഴിക വിനാഴിക കുറയ്ക്കണം. ഉദയാൽപര നാഴിക വിനാഴിക കുറയ്ക്കണം. ഇങ്ങനെ കുറച്ച് കിട്ടുന്ന സംഖ്യയെ ഗുളികോദയ നാഴിക വിനാഴികയോട് കൂട്ടണം. ഗുളികോദയ നാഴിക വിനാഴികയോട് കൂട്ടണം. അഞ്ച് 19 മൈനസ് 4 29. 5 19 കർക്കിടക രാശിയുടെ രാശിമാനം. അതിൽ നിന്നും ഉദയാൽപരം 4 29 കുറയ്ക്കണം. അപ്പൊ ഇവിടെ 19 നിന്നും 29 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 60 അധികം 19 79 കിട്ടും. മൈനസ് 29 50 വിനാഴി കിട്ടും. 50 വിനാഴി കിട്ടും. അപ്പം 2 നാഴിക 4 വിനാഴികയോട് 50 നാഴിക കൂട്ടണം. ഇപ്പൊ 2 നാഴിക 54 വിനാഴിക എന്ന് കിട്ടി. ഈ നാഴിക വിനാഴികളെ മൊത്തത്തിൽ വിനാഴികളാക്കി 1800 കൊണ്ട് ഗുണിച്ച് 1800 കൊണ്ട് ഗുണിച്ച് ഗുളികോദയ രാശിയുടെ രാശിമാനത്തെ വിനാഴികകളാക്കി
അതുകൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ഹരണഫലം, അതുകൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ഹരണഫലം ഒരു വലിയ കലയായിരിക്കും. ആ കലയിൽ എത്ര ഭാഗ എത്ര കലയുണ്ടെന്നറിയാൻ 60 കൊണ്ട് ഭാഗിക്കണം. ആ കലയിൽ എത്ര ഭാഗ എത്ര കലയുണ്ടെന്നറിയാൻ 60 കൊണ്ട് ഭാഗിക്കണം. കരണഫലം ഭാഗയും ശിഷ്ടം കലയുമായി. രണ്ടേ ഗുണം 60 അധികം 54. 2 ഗുണം 60 അധികം 54 174. രണ്ടേ ഗുണം 60 അധികം 54 174 ഇൻറ്റു 1800. ഇൻറ്റു 1800. ഡിവൈഡഡ് ബൈ 31 32 0 0 എന്ന് കിട്ടും. 31 32 0 0 ഭാഗം 319. 319. കിട്ടും പൂർണ്ണസംഖ്യ. 981 കലയാണ്. അതിലെത്ര ഭാഗ കലയുണ്ടെന്ന് അറിയാൻ 60 കൊണ്ട് ഭാഗിക്കണം. 16. ഭാഗ 21 കല. 60 അതെ. അപ്പോ കർക്കിടകൻ രാശിയാണെങ്കിൽ എത്രാമത്തെ രാശിയായിരിക്കും? കർക്കിടകൻ രാശിയാണെങ്കിൽ ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി ഇടവം കർക്കിടകൻ രാശി 3. അപ്പം 3 16 16 21. 3 16 21. അപ്പൊ ഇങ്ങനെയാണ് ശനിയാഴ്ച ദിവസം 2 നാഴികയ്ക്കാണ്. അത് സ്വാഭാവികമായിട്ടും വിരമാനത്തിലെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ 2 നാഴിക എന്നുള്ളത് അത് കുറഞ്ഞു വരാം. കുറഞ്ഞു വരുമ്പോൾ ഏത് രാശിയിലാണോ പുതിയ ഉദയം ആ രാശിയുടെ രാശിമാനത്തിൽ നിന്നും അന്നത്തെ ഉദയാൽപരം കുറയ്ക്കണം. അതിനെന്ത് ചെയ്യണം? പുളിയോതിക നാഴിക ഉനാഴിയോട് കൂട്ടും. പിന്നെ നമ്മൾ ഗ്രഹനില ലഗ്നസ്ഫുടം കാണുന്നത് പോലെ തന്നെ ഈസിയാണ്. അപ്പോ അതും ക്ലിയർ ആയി. ശരി സാർ. കുട്ടികൃഷ്ണൻ സാർ വന്നില്ല. വീണ്ടും സാർ ഉണ്ട്, പക്ഷേ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് എവിടെ പോയിക്കണം തോന്നുന്നു. കൃഷ്ണകുമാറല്ലേ? അല്ല അതല്ല, അത് ഞാനാണ്. അല്ല, അപ്പൊ പിന്നെ ഒരു പി കിടക്കുന്ന ആരാ? അത് ആരാണെന്തോ സാറേ. അതാര് സാറേ ഒരു പി? അത് പി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ആളാ. അത് കുട്ടികൃഷ്ണൻ സാറിന്റെ പി ആണ്. ശരി. പി കുട്ടികൃഷ്ണനാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.